ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നിപ്പോൾ രാവിലെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ കേട്ടോ ഫസ്റ്റ് ഷോട്ട് വരുന്നത്. കാരണം നമ്മളെ ബയോഗ്യാസ് പ്ലാന്റിന് ആകെ വരുന്നൊരു കംപ്ലൈൻ്റ് എന്നല്ല, ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അണഞ്ഞു പോകും ഫ്ലെയിം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഒരു എന്താ പറയുക, വെള്ളം ഇങ്ങനെ ഇറങ്ങി നിൽക്കും. അപ്പോൾ അതൊന്നിങ്ങനെ പൊക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ നമ്മളത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ പൈപ്പുമ്മലായ കെട്ടിയത് കൊണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താഴ്ന്ന് ഇങ്ങനെ പോരും കേട്ടോ. അപ്പോൾ അതിങ്ങനെ അണഞ്ഞു പോരുമ്പോൾ നമുക്കൊന്ന് പൊക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ. പിന്നെ ഗൈസ് എനിക്കുണ്ടല്ലോ വേറൊരു ടാസ്ക് ഉണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴേക്കുണ്ടല്ലോ പൂച്ച ഛർദ്ദിച്ച് വെച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ആകെ കണ്ടപ്പോൾ തന്നെ എന്നായി പോയി. രാവിലെ ഷിബേച്ചി വന്നപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞതാണ്. വന്നപ്പോൾ തന്നെ ഇതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, ചേച്ചി കിച്ചണിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്നാമത് ഇങ്ങനെ ഈ എന്താ പറയുക സിറ്റ് ഔട്ടിലത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആകത്തെ ദിവസം ആ ദിവസം അങ്ങ് പോണ പോലെ കേട്ടോ. ഒരു വല്ലാത്തൊരവസ്ഥയാണ്, ഭയങ്കര ബാഡ് സ്മെല്ലും ഒക്കെയല്ലേ. ഒന്നാമത് പൂച്ചകൾ നമ്മൾ അപ്പുറത്തെ വീട്ടിലാണ്, എപ്പോഴും അമ്മ പറയാറുണ്ട് അപ്പുറത്തെ വീട്ടിലാണ് നെസ്തയുടെ വീട്ടിൽ എപ്പോഴും പൂച്ചകൾ ഇതുപോലെ ഛർദ്ദിച്ചിട്ട് ഒക്കെ കിടക്കാറ്. പക്ഷെ നമ്മളെ വീട്ടിലങ്ങനെ പൂച്ചകൾ അങ്ങനെ ഉണ്ടാവാറില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല. പൂച്ചകളെ കാണുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഓടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പം ഞാൻ അവിടെ ഓൾറെഡി വൃത്തിയാക്കിയതല്ലേന്ന് വെച്ചിട്ട് എനിക്കൊരു കംഫർട്ട് തോന്നുന്നില്ല, ഒരു ഒരു എന്താ പറയുക, ഒരു തൃപ്തി തോന്നുന്നില്ല വൃത്തിയാക്കിയിട്ട്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, നമ്മൾ പ്രഷർ പമ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യൽ ഇങ്ങനെ ഓൾറെഡി പഠിച്ചല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ മുറ്റത്ത് കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് പ്രഷർ പമ്പ് വെച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. ശരിക്കും ബക്കറ്റിൽ ഞാൻ ശരിക്കും മുന്നേയൊക്കെ ഞാൻ ചെയ്തിരുന്നത് എന്തോരം സമയം മീൻസ് വേസ്റ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. ബക്കറ്റിൽ തൂക്കിയെടുത്ത് ഞാൻ ഒക്കെ അത് ക്ലീൻ ആക്കാമായിരുന്നു. എനിക്കന്ന് പ്രഷർ പമ്പ് യൂസ് ചെയ്യാനേ അറിയില്ല കേട്ടോ. ഇപ്പം എനിക്ക് ഭയങ്കര ഈസിയാണ് തോന്നുന്നത് ഈ പ്രഷർ പമ്പ് യൂസ് ചെയ്യാനായിട്ട്. പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ, പ്രഷർ പമ്പ് യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രഷർ പമ്പ് യൂസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ആക്ച്വലി അത് ഭയങ്കര ഈസിയാണ്, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻചേട്ടനൊക്കെ അത്ര വയസ്സുള്ളൊരു പയ്യനാണ്. ആള് ഇതുപോലെ ചെയ്യണ സമയത്ത് ഷോർട്ടായിട്ട് വെള്ളം ആയിട്ട് ഷോക്കടിച്ച് മരിച്ചു എന്നുള്ളത് ആലോചിക്കുമ്പോൾ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുട്ടികളെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരേ ഇല്ല കേട്ടോ ഇത് ചെയ്യണ സമയത്ത്. നമ്മളാണെങ്കിൽ പോലും ചെരുപ്പൊക്കെ നനഞ്ഞിട്ടൊക്കെയല്ലേ, ഡേഞ്ചറാണ്. എന്നാലും ഒരു വിധത്തിൽ പേടിക്കാതെയാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. എവിടുന്നാന്ന് അറിയില്ല കേട്ടോ, നല്ല പൊടി ഉണ്ടാവും, നല്ല മണ്ണുണ്ടാവും. അപ്പം ഈ അറ്റത്തൊക്കെ എത്തുമ്പോൾ ഞാൻ ഈ ഈ ഭാഗത്ത് ഞാൻ ഇതുവരെ അങ്ങനെ കൂടുതലായിട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. എപ്പോൾ ചെയ്യുമ്പോഴും രാത്രി അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കറക്റ്റ് ഒരു സമയത്തിൽ ഞാൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇത്ര അധികം മണ്ണ് ഈ ഭാഗത്ത്. പക്ഷെ ഇതുകൊണ്ടാവുമ്പം വെള്ളം കുറച്ച് മതി, പെട്ടെന്ന് പരിപാടിയും കഴിയും. അതാണ്, ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മളെ എഫേർട്ടും കൂടെ കുറച്ച് മതി ഇതിൽ. മറ്റേതാകുമ്പോൾ നമ്മൾ കുറേ നേരം ചെയ്യേണ്ടി വരും കേട്ടോ. പക്ഷെ അത്യാവശ്യമൊക്കെ സമയം എടുത്തു കേട്ടോ. പുതിയ പദങ്ങൾ കഴിഞ്ഞില്ലേ, പുതിയ പദങ്ങൾ കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാക്കും, ന്യൂസ് പേപ്പർ എടുക്കും. അതുകൊണ്ട് നമ്മ പറ്റില്ല. അപ്പൂന്റെ അനിയൻ വന്നല്ലോ, സ്കൂയി ബേബി. തരില്ലാന്ന് പറഞ്ഞോ. അപ്പോൾ ഞാനിത് ബെഡ്ഷീറ്റ്സ് ഒക്കെ മാറ്റുകയാണ്. ഇതിപ്പോൾ സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആകുമ്പോഴേക്ക് ഉറക്കം വരും. ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആകുമ്പോഴേക്ക് ആകെ അലമ്പാവും നമ്മളെ ബെഡ്ഷീറ്റ്സൊക്കെ. അപ്പം ഞാൻ സൺഡേ അല്ലെങ്കിൽ മൺഡേ ഒക്കെയാണ് വിരിച്ചിടാറ്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഭയങ്കര അഴുക്ക് പോലെ തോന്നി കേട്ടോ എനിക്ക്. അപ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി നടക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒക്കെ വൃത്തിയായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ബെഡ്ഷീറ്റ്സൊക്കെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. ജിംബുവിനെ ഞാൻ ഫസ്റ്റ് റൗണ്ട് ഞാൻ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. ജിംബുവിന് 20-ാം തീയതി തൊട്ട് എക്സാം തുടങ്ങും കേട്ടോ. ഇവർക്ക് ഓണത്തിന് മുന്നേ തന്നെ എക്സാമൊക്കെ കഴിയും. അപ്പോൾ ഇനിയിപ്പോൾ ഓണത്തിന് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ 20-ാം തീയതി തൊട്ട് എക്സാം തുടങ്ങണം അവൾക്ക്. അപ്പോൾ ഇതേ ബെഡ്ഷീറ്റ്സൊക്കെ ഇടാനായപ്പോഴേക്ക് ബെഡിലൊക്കെ നിറയെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. പിന്നെ അത്ര വലിയ പറയാൻ മാത്രം അത്ര നീറ്റാക്കിയിട്ടൊന്നും ഇടാൻ പറ്റുന്നില്ല. കാരണം ഇന്നിപ്പം ഇവിടുത്തെ മേളം നിങ്ങൾ കണ്ടു നോക്കൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ കേട്ടോ. സൺഡേസ് പ്രത്യേകിച്ച് എനിക്ക് ഇപ്രാവശ്യം എന്ത് പറ്റുമെന്നറിയില്ല, ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു സൺഡേ ആയിരുന്നു. എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ ആവാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്കറിയില്ല,
ഈ കുട്ടികളോടൊക്കെ ഇങ്ങനെ ഒച്ചയിട്ടിട്ടൊക്കെയാണ് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് 1-2 ദിവസമായിട്ട് ഭയങ്കര തലവേദന തലയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെയാണോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു സ്ട്രെസ്സ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതേ കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം 2 ബക്കറ്റ് കളിപ്പാട്ടങ്ങളുണ്ട് കേട്ടോ വീട്ടിൽ. ഞാൻ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് കളിപ്പാട്ടങ്ങളൊക്കെ മനസ്സിലായി. ഇത് ഇന്ന ഇന്ന സാധനങ്ങൾ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായി. കാരണം കുറേ ദിവസങ്ങളായിട്ട് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അപ്പു എന്ത് ചെയ്തു, കുറേ വലിച്ച് വാരിയിട്ടു. അപ്പോൾ അത് കണ്ണൻ കണ്ടു. അപ്പോൾ കണ്ണന് അതൊക്കെ വലിച്ച് വാരിയിട്ടു. അപ്പോൾ ഇങ്ങനത്തെ ബെഡ്ഷീറ്റ്സൊക്കെ അലക്കാനായിട്ട് ഇടുകയാണ്. സൺഡേ ആണെങ്കിൽ നല്ല വെയിലായിരുന്നു കേട്ടോ. നിങ്ങളവിടെയൊക്കെ വെയിലുണ്ടായിരുന്നോ? ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മളവിടെയൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ കുടുംബശ്രീക്കൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് വൈകിട്ട് പോവാമെന്ന് പറഞ്ഞിരിക്കുക. കാരണം വെയിലുള്ളത് കൊണ്ട് നേരത്തെ അങ്ങ് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാനാണെങ്കിൽ ഷീബേച്ചിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഷീബേച്ചിയുടെ മോൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇറങ്ങണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷീബേച്ചിക്ക് ഇത് അറിയില്ല ഇത് എവിടേക്കാണ്. അപ്പോൾ ആളെല്ലാം കൂടെ വീണ്ടും ബക്കറ്റിലേക്ക് ഒരുമിച്ച് ഇടും. അപ്പം ഞാൻ 2-3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാണ്. 2 കാര്യങ്ങൾ. ഒന്ന് ജിമ്പുവിനെ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ഒന്ന് ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിമ്പുവിനാണെങ്കിൽ മൺഡേ ഒരു TP ഉണ്ട്. അപ്പോൾ അതിലേക്ക് പഠിക്കാനുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഇതേ അപ്പു രാവിലെ സ്നാക്സാണ് കഴിച്ചത്. അപ്പോൾ വീണ്ടും സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് കരയാണ് കേട്ടോ. ഓക്കെ. അപ്പം ഞാനിപ്പോൾ 2 പരിപാടിയിലാണ്. ഒന്ന് തുണികളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം, മടക്കി വെക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഷീബേച്ചിക്ക് നേരത്തെ പോകണം. അപ്പോൾ അതുകൊണ്ട് മടക്കി വെക്കലൊന്നും ആൾക്ക് നടക്കില്ല, എല്ലാം കൂടെ. അപ്പോൾ അതിനിടയ്ക്ക് ജിമ്പുവിന് പഠിപ്പിക്കാനിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു 20-ാം തീയതി തൊട്ട് ആൾക്ക് എക്സാം തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ റിവിഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പണികളുണ്ട്. അപ്പം തുണികളെടുത്ത് മടക്കിയൊക്കെ വെക്കുകയാണ്. അതിനിടയ്ക്ക് അമ്മയുടെ റൂം ആകെ അലമ്പായി കിടക്കുകയാണ് കേട്ടോ. അമ്മ ഇന്ന് ചാവടൂർ പോകുന്നുണ്ട്. അപ്പോൾ നല്ല വെയിലുള്ളത് കൊണ്ട് തുണികളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ അതിൻ്റേതായ തിരക്കിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ കുറേ സാരികളൊക്കെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാരികളൊക്കെ ഞാൻ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളെ മദർ ഇൻ ലോയ്ക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടോ? ഞാൻ അങ്ങനെ എൻ്റെ റൂം ചെയ്യുന്ന പോലെ തന്നെ ഞാൻ അവിടെ അമ്മയുടെ റൂം ചെയ്ത് കൊടുക്കേണ്ടത്. അമ്മയുടെ റൂമാണ്. അമ്മയുടെ റൂമിൽ അമ്മയുടെ സാധനങ്ങളൊക്കെ കൂടുതൽ ഞങ്ങളുടെ സാധനങ്ങളാണ് കേട്ടോ. കാരണം കബോർഡിലൊക്കെ അമ്മയുടെ ഐറ്റംസ് ഒക്കെ ഉള്ളത്. പക്ഷേ ഞങ്ങളുടെ ടോയ്സിൻ്റെ 2 ബക്കറ്റുകൾ, പിന്നെ ഒരു തുണിയുടെ സ്റ്റാൻഡ്, അവിടെ നിറച്ച് തുണികളാണ് കേട്ടോ. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പുറത്തെ റൂമിൽ സ്റ്റാൻഡില്ല, പിന്നെ മേലത്തെ റൂമിൽ അവിടെയും സ്റ്റാൻഡില്ല. പിന്നെ ഈ അമ്മയുടെ സ്റ്റാൻഡിലാണ് എല്ലാ തുണികളും വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം എനിക്കിനി നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഈ മന്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ ഫണ്ടൊക്കെ വിനിച്ചേട്ടൻ കൊണ്ടുപോയി. അപ്പോൾ ഇത് നെക്സ്റ്റ് മന്ത് എനിക്ക് ഒരു സ്റ്റാൻഡ് സെറ്റാക്കണം. അതിനിടയ്ക്ക് അപ്പു കരഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് പൊരി എടുത്തു കൊടുത്തു കേട്ടോ. അപ്പൂനും കണ്ണനും ഭയങ്കര ഇഷ്ടമാണ് പൊരി. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊരി. അപ്പം പൊരി കഴിക്കുന്നതിനിടയ്ക്ക് ഞാൻ കണ്ണന് കഞ്ഞിയും കൂടെ കൊടുക്കുകയാണ് കേട്ടോ. കണ്ണന് ഈ കുട്ടികൾക്കെന്നല്ല മിക്ക കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ വെള്ളത്തിൽ കളിക്കണത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്ലാസും കൊടുക്കും, 2 സ്പൂണും കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ അവർ അത് വെച്ചിട്ട് ഇങ്ങനെ സ്പൂണിൽ വെള്ളമെടുത്ത് കളിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതിനൊക്കെ കഞ്ഞിയും കുടിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കൊടുക്കണത്. ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു സ്പൂൺ എക്സ്ട്രാ കൊടുക്കും. എന്നിട്ട് ആളൊരു സ്പൂണും കൊണ്ട് കഴിക്കും, ഞാനൊരു സ്പൂണും കൊണ്ട് ഞാൻ കൊടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കഴിയാനായിട്ടോ. അതങ്ങനെ ഇങ്ങനെ കമത്തി വെച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി അടിപൊളിയാട്ടോ. എനിക്ക് കാർമസിയുടെ ഞാൻ ആക്ച്വലി റിവ്യൂ നോക്കിയപ്പോൾ, പക്ഷെ അത് കുറച്ച് നേരം കഴിയുമ്പം ഒരു ബാഡ് സ്മെൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ദിവ്യ ആക്ച്വലി അടിപൊളിയാണ് കേട്ടോ. ഗന്ധരാജൻ പൂവിടുന്നു നീതലോടും ചേച്ചിയൊക്കെ സരി നടക്കണേ. ആ മറക്കുമല്ലെങ്കിലേ പറഞ്ഞില്ലെങ്കിൽ ആയിട്ട് ചെയ്യൂല. സംഭവം എന്താണെന്നറിയോ, ഇഷ്ടം പോലെ പണികളാണ്. ടേബിൾ ഉടയ്ക്കാൻ പറയുമ്പോൾ ടേബിൾ ഉടയ്ക്കും, കസര ഉടയ്ക്കുമ്പോൾ കസര ഉടയ്ക്കും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാനിട്ടല്ല കേട്ടോ. ഒരു 100 കൂട്ടം പണിയുണ്ട്. ഒന്ന് ഓടുമ്പോ ഒന്ന് അങ്ങോട്ട് ഓടും. ഷീബേച്ചിനെ പറഞ്ഞിട്ടും കാര്യമില്ല.
ചില കാര്യങ്ങൾ പറഞ്ഞ വിട്ടുപോകും, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും ചെയ്തു തരുന്നില്ലേ പാവം. ഓക്കെ, ഇതാണ് കൂടുതൽ നമുക്ക് ഫേസിൽ അങ്ങനെ കൂടുതൽ അമർത്തിയൊന്നും ചെയ്യണമെന്നില്ല. എന്റെ മുടി സി മുടി കുഴപ്പമില്ലേ, മുടി ഒന്ന് വെട്ടിയിട്ട് ആറ്റിൽ ഓക്കെ. അപ്പൊ നമുക്ക് നഖം വെട്ടാം. എവറി സൺഡേ നഖം വെട്ടുക കേട്ടോ. അത് അടിപൊളിയായിട്ടുള്ളൊരു ഒരു എന്താ പറയാ, എന്താണ് പറയാ, ഒരു നല്ലൊരു എന്തായാലും പറയാ ഒരു സ്വഭാവമാണ് അല്ലേ. എല്ലാ ഞായറാഴ്ചയും നഖം വെട്ടുക. അതുപോലെ അയ്യോ 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 പോയി. അതുപോലെ സാറ്റർഡേ സൺഡേസ് ഹെയർ വാഷ് ചെയ്യതേ. അമ്പാ നോക്കിയേ കണ്ണ അപ്പു കിടന്ന പോലെ, ജിബ്ബ അപ്പു കിടന്ന പോലെ കണ്ണ മരിച്ചു കിടക്കണ നോക്കിയേ. അങ്ങനത്തെ ഒരു 2:30 ആയപ്പോഴേക്കത് ശിവേച്ചി അമ്മയും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അമ്മ ഇന്ന് വരുമ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആവട്ടെ, കാരണം അമ്മയ്ക്ക് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വേഗം ഗേറ്റൊക്കെ ലോക്ക് ചെയ്യണം ഗൈസ്. ഇപ്പം ഞങ്ങളുണ്ടല്ലോ ഗേറ്റ് ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളൊരു ചങ്ങലയും കൂടെ എക്സ്ട്രാ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എത്ര ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഉള്ളിലേക്ക് കയറി വരും കേട്ടോ. പ്രത്യേകിച്ച് ഈ പിരിവിൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഓരോ ട്രസ്റ്റിൻ്റെ ആൾക്കാർ, അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരുത്തർ വരും. അപ്പം ഭയങ്കര പേടിയാണ്. കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാകുമ്പോൾ ഭയങ്കര സീനാണത്. നേരെ മുറ്റമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചങ്ങലയിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വെയിലായതുകൊണ്ട് ഫുള്ള് ഇന്നത്തോടെ കൂടെ തുണികളൊക്കെ എല്ലാം ഉണങ്ങി കേട്ടോ. നിങ്ങളുടെ വീടുകളിൽ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ, കാരണം സൺഡേ നല്ല വെയിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സാറ്റർഡേ ഉച്ചയ്ക്ക് ശേഷവും നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ സാറ്റർഡേ രാത്രി ആയപ്പോഴേക്കും നല്ല ഒരു മഴക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ടോ. പക്ഷേ സൺഡേ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തുണികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ പോയ സമയത്ത് തന്നെ ഞാൻ രണ്ടാൾക്കും കഴിക്കാൻ കൊടുത്തു. പിന്നെ കണ്ണനും ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൻ ഉറങ്ങുകയാണ് ഓൾറെഡി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ എനിക്ക് ആ റൂമിലേക്ക് കാണാം. അപ്പം അപ്പൂവിനോട് രണ്ടാളും ഞാൻ കഴിക്കാൻ വേണമെന്ന് ചോദിച്ചത്. അപ്പോൾ അവർക്കൊന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയായിരുന്നു ഒന്ന് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് എൻ്റെ അടുത്ത് ജിമ്പ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജിമ്പ് വാ തുറന്നാന്നൊക്കെ. കാരണം ഇനിയിപ്പോൾ കണ്ണനെ എങ്ങാനും പാൽ കുടിക്കാൻ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കഴിക്കാൻ ഭയങ്കര സീനാണ്. അപ്പം കഴിക്കലുണ്ടാവില്ല. അപ്പം ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് പറ്റിച്ച് കഴിക്കാൻ കൊടുക്കുവാണ്. അങ്ങനെ ഞാൻ കിടക്കാന്നപ്പോൾ ഏകദേശം 2:30 മണിയായിരുന്നു കേട്ടോ. നല്ല ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ കിടക്കാനായപ്പോഴേക്ക് കണ്ണ് നല്ല ഉറക്കമാണ് സ്റ്റിൽ. സമയം 5:45. ഞങ്ങൾ നല്ലൊരു ഉറക്കം ഉറങ്ങി അല്ല കണ്ണ. കണ്ണ് ട്രൗസർ ഇട്ടേ, ട്രൗസർ ഇട്ട യശുണ്ടോ? യശുണ്ട്. എന്താ വണ്ടിയാ? എന്നിട്ട് ഇറങ്ങിയാ? അങ്ങനെ ഞങ്ങൾ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു എനിക്ക് തോന്നുന്നു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുട്ടികളൊന്നും ഉള്ളിലിരുത്തില്ല. അപ്പോൾ പുറത്തിരിക്കും കേട്ടോ. കാരണം എപ്പോഴും മിക്കതും മഴയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പുറത്തിരിക്കും, ഒരു ചായയൊക്കെ കുടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് രണ്ടാൾക്കും കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഞാൻ കുറച്ച് ബദാമും പിസ്തയൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കൂടുതൽ ഓവർ വേറെ സാധനങ്ങൾ കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം കുറച്ച് നേരം ഇനി ഞങ്ങൾ കളികൾ പരിപാടികളൊക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഈസി അല്ല, ഭയങ്കര ഡേഞ്ചർ ആട്ടോ. പോട്ടെ. നിങ്ങൾക്ക് അവിടുന്ന് തൊട്ട് ഇവിടം വരെ മതി നിങ്ങൾ. ഓക്കെ, ഓക്കെ, ഓക്കെ.
കൊടുക്കാൻ അതിനൊക്കെ ഒരു കുഴപ്പമില്ല, കുഞ്ഞു മുന്തിരിയല്ലേ. പിടിക്കുക, വേറെ ഇറങ്ങിക്കോട്ടോ. കണ്ണനെ കൊടുക്കണേ. ചേച്ചി കിട്ടിയിട്ടുണ്ട്, ചേച്ചി ആ പഠിത്തന്റെ അങ്ങനെ ദേ ഞങ്ങൾ വൈകുന്നേരത്തെ കുളിയും ജപം എല്ലാം കഴിഞ്ഞു. ഇനി ഇതേ പഠിത്തം ടൈമാണ്. അപ്പോൾ ആദ്യം വേണ്ടത് സോഫകളൊക്കെ തിരിച്ചിടണം. എൻ്റെ പൊന്നോ, എനിക്ക് അങ്ങ് വയ്യാതാവട്ടെ. സ്കൂളില്ലാത്ത ദിവസം ശനി ഞാൻ ഇത് തന്നെ പരിപാടി. സോഫ അങ്ങോട്ട് നിൽക്കുക, സോഫ അങ്ങോട്ട് നിൽക്കുക, പിന്നെ കുറേ ബെഡ്ഷീറ്റുകൾ അങ്ങോട്ട് നിൽക്കുക, കുറേ ബെഡ്ഷീറ്റുകൾ ഇങ്ങോട്ട് നിൽക്കുക. എൻ്റെ പൊന്നേ, അപ്പുറത്ത് ജിമ്പ് ഇരിപ്പുണ്ടിട്ട് നോക്കി ചിരിക്കുന്നുണ്ട്. ജിമ്പിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇനിയിപ്പോൾ അടുത്ത ചെയ്യാൻ പോകുന്ന അപ്പൂനെ എപ്പോഴും പഠിപ്പിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് കേട്ടോ. കാരണം വെള്ളി ശനിയൊന്നും അപ്പൂനെ പഠിപ്പിച്ചിട്ടില്ല, സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ജിമ്പുവിന് ഇപ്പോൾ റിവിഷൻ ആയതുകൊണ്ട് ജിമ്പുവിനെ പഠിപ്പിക്കണം നല്ല തിരക്കിലാണ് കേട്ടോ. കുറേ പഠിക്കാനും ഉണ്ട് ആൾക്ക്. അപ്പം അപ്പൂനാണെങ്കിൽ ഒരു ഇച്ചിരി എഴുതാനൊക്കെ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യിപ്പിക്കാനുള്ളൂ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിപ്പിക്കും. അപ്പോൾ അതങ്ങ് സെറ്റായിക്കോളും. അതിനിടയ്ക്ക് കാണാൻ ക്യാമറ ഒക്കെ എടുത്ത് കളിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ക്യാമറ വെച്ച് കളിക്കുന്നത്. അപ്പം ഇനിയിപ്പം അപ്പൂനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിമ്പു അപ്പുറത്ത് റൂമിലിരുന്ന് പഠിക്കുന്നുണ്ട്. ജിമ്പുവിനോട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അപ്പുറത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അല്ല ജിമ്പു? എന്തായാലും കീപ് ഗോയിങ്. കാരണം രണ്ട് കുട്ടികളൊക്കെ ആകുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടാളും കൂടെ ഒരുമിച്ച് പഠിപ്പിക്കാനൊക്കെ ആയിട്ട്. അപ്പം ഒരാൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ നമുക്കതൊരു ഈസി അല്ലേ. അപ്പോൾ ഇവനെ വെച്ചിട്ടാണ് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. കാരണം കളിച്ചിരിക്കും, ടേബിളിലിരിക്കും. അപ്പു പെൻസിലെടുക്കുമ്പോൾ അപ്പുവിൻ്റെ പെൻസിലെടുത്ത് വലിക്കും. എൻ്റെ പൊന്നോ, ശരിക്കും ഈ ഞായറാഴ്ച എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. ശരിക്കും നിങ്ങളൊക്കെ വിചാരിക്കും ഹായ് മക്കളൊക്കെ ഉള്ളതല്ലേ എന്ത് രസമാണെന്നൊക്കെ വിചാരിക്കും. സത്യത്തിൽ അങ്ങനെ രസമുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്രാവശ്യത്തെ സാറ്റർഡേ സൺഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെക്ടിക്കായിരുന്നു കേട്ടോ. എനിക്ക് എന്ത് പറ്റുമെന്നറിയില്ല, ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് സൺഡേസിലൊക്കെ. ജിമ്പു എനിക്ക് ഉമ്മ തരുന്നു, സ്ട്രെസ്സായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ. സത്യം ജിമ്പു എനിക്ക് നിങ്ങളൊക്കെ ഇങ്ങനെ ഒച്ചയിട്ട് കാരണം ഒന്നും കുറുമ്പ് കാണിച്ചിട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു അല്ലേ. എനിക്ക് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ആദ്യ ആൾ അങ്ങനെ പഠിക്കാൻ കുറച്ച് വീക്കായിരുന്നു. കാരണം ഇത് തന്നെയാണെന്ന അവസ്ഥ. കാരണം പഠിപ്പിക്കാനുള്ളൊരു ടൈം കിട്ടുന്നില്ല. പിന്നെ കോൺസെൻട്രേഷനോട് കൂടെ പഠിക്കാനായിട്ട് കിട്ടുന്നില്ല. അപ്പു ഉണ്ടാവും, കണ്ണനുണ്ടാവും. പക്ഷേ ഇപ്പോൾ ആളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞങ്ങളൊരു വേറെ സ്ഥലത്തിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പഠിക്കും. ഇപ്പോൾ അപ്പൂനെയാണ് കണ്ണൻ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം ജിമ്പുവിൻ്റെ ടേബിളിലേക്ക് കണ്ണനെ വിടില്ല കേട്ടോ. ഞാൻ പറയും ചെയർമിക്ക് കയറ്റി ഇരുത്താൻ പറ്റില്ല എന്ന് പറയും. അപ്പം ഞാൻ ഇതുപോലെ ഇപ്പം എന്തെങ്കിലും ആൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ, ഇപ്പോൾ ക്രയോൺസാണ് ആളുടെ ഫേവറേറ്റ്. അപ്പം ഞാൻ ക്രയോൺസ് വെച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പം അമ്മ അവനെ നോക്കിക്കോളും. അമ്മയ്ക്കും ടാസ്ക്കാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. ഞാനും അമ്മയാണ്, എന്നെക്കാട്ടിലും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന അമ്മയാണ്. പക്ഷേ എനിക്കാണ് കുറച്ചുകൂടെ സ്ട്രഗിൾ കൂടുതൽ. അമ്മയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കുമ്പോൾ അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കുകയാണെങ്കിലും ഇവരുടെ കൂടെയല്ല ഞാനും ഇരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ സൺഡേ ഒട്ടും പറ്റുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെയാണോ? എനിക്കിപ്പോൾ എന്താ അറിയുന്നില്ല. എനിക്കിപ്പോൾ അങ്ങോട്ട് സ്ട്രെസ്സ് വന്നെങ്കിൽ ഭയങ്കര തലവേദനയാണ് വരുന്നത് കേട്ടോ. എനിക്ക് ആദ്യം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും സ്ട്രെസ്സ് വരുമ്പോൾ ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയാവും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ, ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ, അല്ലെങ്കിൽ സെൻറ്റർ ഭാഗത്ത് ഒക്കെ ഒരു ഭയങ്കര കുത്തൽ പോലത്തെ ഒരു വേദനയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫൈനലി അപ്പൂന് ഇപ്പോൾ റാ പഠിപ്പിച്ചു. റാ പഠിക്കാനുണ്ട്, താ പഠിക്കാനുണ്ട്. അതൊക്കെ ആൾ നന്നായിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. അതൊരു സമാധാനമുണ്ട്. അപ്പോൾ നീറ്റായിട്ട് എഴുതണുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക,
കുറച്ചിങ്ങനെ ക്ഷമയോടുകൂടി ഇരിക്കണം എന്നേ ഉള്ളൂ. ആൾ നന്നായിട്ട് ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പിന്നെ എഴുതില്ലിരുന്ന് കരയും. അപ്പോൾ പിന്നെ ഞാൻ ഒരു എന്താ പറയുക ഒന്ന് പിടിച്ചിരുത്തി അങ്ങനെ ഏകദേശം സെറ്റാക്കിയിട്ടാണ് കേട്ടോ പഠിപ്പിക്കുന്നതൊക്കെ. അമ്മ കൊണ്ടേ പറഞ്ഞമ്മ ഓറൽ ടെസ്റ്റ് അല്ല റിവിഷൻ എന്നാ പറഞ്ഞ ടീച്ചർ. അപ്പൊ ബാഗൊക്കെ എടുത്തേക്കിന് ഒരു കുഞ്ഞു പെണ്ണ് വലുതായി. ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചോ, സൈഡിൽ വെച്ചോ. എന്റെ അമ്മേ ഞാൻ കിടന്നേ. അങ്ങനെ ഞങ്ങൾ പഠിത്തം കഴിഞ്ഞു, ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ഇനി ഞങ്ങൾ കുറച്ച് നേരം എൻജോയ്മെൻ്റാണ്. ഇപ്പോൾ സമയം ഏകദേശം എത്രയായിരുന്നു, ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ കണ്ണന് ഭയങ്കര തല ചൊറിയണമെന്ന് പറയണ്ടായിരുന്നു കേട്ടോ അമ്മ. അപ്പം ഞാനൊന്ന് ചീകി നോക്കിയതാ, എൻ്റെ പൊന്നോ ഒരു 10-15 പേൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. എനിക്ക് അറിയില്ല, ജിമ്പുവിൻ്റെ അപ്പൂൻ്റെ ഒക്കെ തലയത്തൊക്കെ ഞാൻ ഇപ്രാവശ്യം സാറ്റർഡേ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ ഞാൻ എണ്ണ ഇടുന്ന സമയത്ത് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കും കുളിപ്പിക്കണ മുന്നേ. അത് കഴിഞ്ഞിട്ട് ഷാമ്പു ഇട്ട് കഴിഞ്ഞിട്ട് ഷാമ്പു ചെയ്യുമ്പോൾ തന്നെ ഒന്നുകൂടി കോംബ് ചെയ്യും. അപ്പോൾ ഉള്ള കംപ്ലീറ്റ്ലി പേനുകളൊക്കെ പോട്ടോ. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് വീക്കാണ് ഇതുപോലെ ഞാൻ ചെയ്യുള്ളൂ. പക്ഷേ നന്നായിട്ട് പേനുകളുണ്ടെങ്കിൽ ഞാൻ ഇടയിലൊന്ന് കോംബ് ചെയ്ത് കൊടുക്കും കേട്ടോ. പക്ഷേ ഈ കണ്ണൻ്റെ തലയിൽ ഇത്രമാത്രം പേന് നിറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനത്തെ പേനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതിലൊക്കെ ഞാൻ ചീകി കൊടുത്ത്. എൻ്റെ പൊന്നെ നിൽക്കൊന്നുമില്ല, എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ചീകി കൊടുത്തു കേട്ടോ. പിന്നെ ദേ ഇനി കുറച്ച് നേരം ഡാൻസിങ് പരിപാടികളൊക്കെയാണ്. കാരണം ഇപ്പം അങ്ങനെ ടി വി ആക്ച്വലി കംപ്ലൈൻ്റ് ആയി കിടക്കുക, ടി വിയിലെ റിമോട്ട് കംപ്ലൈൻ്റ് ആയി കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ ഷീബേച്ചിയുടെ ചേട്ടനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് റിമോട്ട് പുതുതായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഡാൻസ് പരിപാടികളൊക്കെ നടന്നിട്ട്, അല്ലെങ്കിൽ രാത്രി മിക്കതും ഡാൻസൊക്കെ ആവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഡാൻസിങ് പരിപാടികളാണ്. അപ്പം ഈ സമയത്താണ് ഗൈസ് ഞാൻ സൺഡേ കുളിക്കാൻ പോലും പോകുന്നത് കേട്ടോ. കാരണം വൈകുന്നേരം പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഇനി വയ്യ കുളിക്കാമെന്ന്, കാരണം എനിക്കങ്ങ് പറ്റുന്നില്ല ഗൈസ് രാത്രിയൊക്കെ ആയപ്പോഴേക്ക്. അങ്ങനെ 10:30 ആയപ്പോഴാണ് ഞാൻ പോലും കുളിക്കാൻ പോകുന്നത് കേട്ടോ. പക്ഷേ ആ സമയമൊക്കെ ആയപ്പോഴേക്കും ഇങ്ങനെ നല്ല ചില്ലായി കേട്ടോ. കാരണം ബാത്റൂമിൻ്റെ അവിടെ നിന്നിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. കാരണം അത്രമാത്രം എൻജോയ്മെൻ്റ് ആയിരുന്നു. കാരണം എന്ത് പറ്റുന്നറിയില്ല, രാത്രി ആയപ്പോൾ ഞാൻ സെറ്റായി ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.